Audience. അല്ലല്ല അതൊന്നും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ തിരക്കില്ല, പിന്നെ വിളിച്ചോളാം. ശരി. എന്തുവാ ഇതാണ് മമ്മ ഞാൻ എന്നാൾ പറഞ്ഞ മമ്മയുടെ ചോദിക്കണോ ഈ ഗ്ലോബൽ അക്കാഡമിയുടെ വീട്ടമ്മമാർക്ക് അതെന്താ സംഭവം ആക്ച്വലി? എന്താണ് രണ്ടുപേരും കൂടെ? അല്ല അല്ലടി, നമ്മൾ ഈ ഗ്ലോബൽ അക്കാഡമിയുടെ കാര്യം ചോദിക്കായിരുന്നു. ഈ ഗ്ലോബൽ അക്കാഡമി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ BEdനും MEdനും പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജോലി ഉള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കൊക്കെ പറ്റും. ഏകദേശം വീട്ടമ്മമാരല്ലേ, ഇപ്പൊ വീട്ടമ്മമാരിപ്പോ വീട്ടു ജോലി ഒതുക്കിയതിന് ശേഷം ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇവരുടെ സൗകര്യത്തിന് ഈ ഗ്ലോബൽ അക്കാഡമി നമുക്ക് അതിന്റെ വീഡിയോസ് അയച്ചു തരും. BEd ഒക്കെ അടിപൊളിയായിട്ട് പാസ്സായ ടീച്ചേഴ്സിന്റെ വളരെ വെൽ എഫിഷ്യന്റ് ആയിട്ട് ട്രെയിനേഴ്സിന്റെ വീഡിയോ നമുക്ക് അയച്ചു തരും. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ദൈവം ഇതൊക്കെ ഉള്ളതാണ് ഏട്ടാ. മക്കളെ, ഇത് UGC, NCTE, AIU തുടങ്ങിയ അപ്പുറമുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഇവർ അഡ്മിഷൻ എടുത്തു തരുന്നത്. നമുക്ക് ഇത് പഠിച്ചാലപ്പോ എത്ര ഗുണമുള്ളത്? നമുക്ക് PSC പരീക്ഷ എഴുതാം, UPSC പരീക്ഷ എഴുതാം, പിന്നെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ആയിട്ട് കൊടുക്കാം. വെളി രാജ്യങ്ങളിൽ ഇപ്പൊ ജോലി ചെയ്തൂടെ? നീ ഒന്ന് നോക്കുമുത്തേ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലല്ലേ ഡി? കാരണം നമ്മൾ പഠിച്ചോണ്ടിരിക്കല്ലേ. പക്ഷെ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കാൻ ചേരാം മക്കളെ. ഡിഗ്രിക്ക് പഠിച്ചോണ്ട് ചേർക്കാം, വീട്ടമ്മമാർക്ക് ചേരാം, പ്രായപരിധിയേ ഇല്ല. അതല്ലേ ഒരു പിന്നെ ഇതിന്റെ സ്റ്റുഡൻസ് കൗൺസിലർ നമ്മൾ വിളിച്ച് സംസാരിക്കണം. ഓഫീസ് അതിന്റെ വെബ്സൈറ്റും ഉണ്ട് മക്കളെ. ഗ്ലോബൽ അക്കാഡമിയുടെ ടീച്ചിങ് കരിയർ ഓൺലൈൻ എന്ന വെബ്സൈറ്റ് വഴി സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ടീച്ചിങ് ജോബ് പേവിംഗ് അസിസ്റ്റൻസ് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വേറെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ നമുക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആരെ ബന്ധപ്പെടണം? നമ്മള് ഗ്ലോബൽ അക്കാഡമിയുടെ സ്റ്റുഡന്റ് കൗൺസിലറെ കോൺടാക്ട് ചെയ്യും. നീ ഒന്ന് കോൺടാക്ട് ചെയ്യും മുത്തേ. ഇപ്പൊ നിനക്ക് സമയം നോക്കായിരുന്നു. ഞാനോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ നോക്കാം. എനിക്കിനി ഡിഗ്രിക്ക് ചെയ്യാൻ അമ്മയെടുത്ത് പറയാം. അമ്മക്ക് കിട്ടണമെങ്കിൽ 10ാം ക്ലാസ് ജയിക്കണം. അല്ല മാം, ഇപ്പോഴേ നമ്മൾ ഈ ഗ്ലോബൽ അക്കാഡമി വഴി നമ്മൾ സമീപിക്കുന്നതിന്റെ എന്താ ഉപയോഗം? നമുക്ക് എന്താ ഗുണം? നമുക്ക് അഡ്മിഷൻ വേണ്ട എല്ലാവിധ സപ്പോർട്ട് വരെ തരും. അഡ്മിഷൻ സപ്പോർട്ട്, രജിസ്ട്രേഷൻ സപ്പോർട്ട്, സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. യൂണിഫോം നമുക്ക് തരും. ഡോക്യുമെന്റ്സ് എല്ലാം അവർ നോക്കിക്കോളും. നമുക്കൊന്നും അറിയണ്ട. നമ്മൾ ഈ ഉള്ള സമയം കൊണ്ട് മാക്സിമം വേഗത്തിൽ കോഴ്സിന് അപ്ലൈ ചെയ്യും. ഞാൻ ഇറങ്ങുന്നേ. അയ്യോ നിക്ക് പോലെ. റൊണാൾഡേ, അവനെവിടെ? റൊണാൾഡോ എവിടെ? റൊണാൾഡിനെയൊക്കെ വിളിക്കാൻ കഴിച്ചിട്ട് പോ. റൊണാൾഡോ എന്തിനാ? എന്താ കഴിക്കാനുള്ള സമയമല്ലേ? റൊണാൾഡോ എവിടെ? അവന് ഞാൻ പറഞ്ഞല്ലേ എന്റെ കൂടെ ഇറങ്ങണോന്ന്. എടി എന്റെ കൂടെ അവനെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞല്ലേ അവന്റെ അടുത്ത്. അവനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നിങ്ങൾ ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഓടി പോണത്? ഇതിന്റെ ഇപ്പൊ കഴിക്കാനുള്ള സമയമില്ല. അതൊക്കെ ഞാൻ പോണ വഴി നായര കടയിൽ നിന്ന് കഴിക്കാം. കാരണം കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. ഇപ്പൊ ഈ വള്ളിക്കുടമൊക്കെ ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എങ്ങോട്ടാ ലീറ്റ് ഓടണം? ആർക്ക് പ്രയോജനം? പാർട്ടി കൂട്ടിന്ന് പറഞ്ഞ് നടക്കുകയാണ്. ചുമ്മാ ആവശ്യമില്ല. രാവിലെ ഇറങ്ങുമ്പോൾ ഞാൻ വർത്താനം പറയില്ല. ഇത് കഴിക്കണതാണ്. ഇത് കഴിച്ചില്ലെങ്കിലും ഇത് എന്റെ ജീവൻ നിലനിൽക്കാനുള്ള ഊർജ്ജം എന്റെ ശരീരത്തിലുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോ ഓള വഴി നേരെ കടയിൽ കഴിയും ഒരു ചായ കുടി അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതും കഴിയും. അത്രയും സമയം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ്. 4, 3, 7 പേരുള്ള നിങ്ങൾക്ക് എന്തിനാ ഇത്ര അന്താരാഷ്ട്ര ഇത്ര ടെൻഷൻ? എന്തിനാ സംഘം പാർട്ടി? ഇതേ എന്നെ പറയണ പോലെ അല്ല പാർട്ടിയെ പറയണ. കൊതുകിരുന്നതാന്ന്. കൊതുകിരുന്ന എന്നെ കടിച്ചിട്ട് പോകട്ടെ. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആവശ്യമില്ലാതല്ല. ഞാൻ കാര്യം പറയാം. പാർട്ടി വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ വിധം മാറും. നീ എടുത്ത് നീ കഴിച്ചോ. പറയും. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ. നിങ്ങൾ പോയ കാലം മുതൽ ഞാൻ പറയുന്നുണ്ട്, ഇനിയും പറയും. ആ പാർട്ടി കൊണ്ട് ഈ നാടിനും ഗുണമില്ല, ഈ വീടിനും ഗുണമില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകും? നാടിന് ഗുണമില്ലെന്ന് നിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ എഴുതാപ്പുറം വായിക്കാണ്. റൊണാൾഡിനെ പാർട്ടിയിൽ കുറെ ആവശ്യങ്ങളുണ്ട്. ഒരു ദിവസം പോലും നന്നായിട്ടിരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. റൊണാൾഡിനെ ഇപ്പൊ കൊണ്ടാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് അവനെ കൊണ്ട്. പിന്നെ അൻസാറേ ഞാൻ ഇറങ്ങി. നീ എന്തേ പോന്നെ? ബാക്കിയുള്ളവന്മാരൊക്കെ വിളിച്ചോ? എന്തി എല്ലാരെയും വിളിച്ചൊന്ന് അറേഞ്ച് ആക്ക്. ഒന്നാമത് നടരാജൻ ഇല്ല. അവൻ മറ്റേ മൂകാംബിക പോയിട്ട് ബാംഗ്ലൂർ എവിടെയൊക്കെ പോയിട്ട് അവൻ എന്തൊക്കെ ആവശ്യമുണ്ട് തൊഴാനാ. മാക്സിമം ആള് വേണം. പോയി കളക്ട് ചെയ്യണം എല്ലായിടത്തുനിന്നും. അതാണ്. ഞാൻ ഇറങ്ങി. റൊണാൾഡോ ഉണ്ട്. ഞാനും റൊണാൾഡും കൂടെ ഇപ്പൊ ഇറങ്ങും. ഞാനും റൊണാൾഡും കൂടി എങ്ങും ഇറങ്ങണില്ല. പിന്നെ അവനിവിടെ ആവശ്യമുണ്ട്. അവനിവിടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അവനെ അവിടെ ആവശ്യമുണ്ട്. ആണാ?
ഇവനെ തീറ്റി പോറ്റണത് ഞാനാ. എന്തോ ആ അവന് തീറ്റി പോറ്റാണ്. അവൻ എന്തൊരു മാനതൊന്നും പൊട്ടി വീണല്ല, അവൻ എന്റെ അനിയനാണ്. നീ തീറ്റി ഞാൻ അടുക്കള കിടന്ന് പണി പട്ടിണി ഒന്നും കിടന്നൊന്നുമില്ല. പക്ഷെ ഞങ്ങള് പട്ടിണി കിടക്കും. ആഹാ, ഇവിടെ ഒരു സാധനം ഇല്ല, കടയെ വിടണവന്. ഞാൻ പറഞ്ഞാണോ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ, ആ പിള്ളേർക്ക് സ്കൂൾ ഇറക്കണ പുസ്തകങ്ങൾ അത് കളക്ട് ചെയ്യണം. അല്ല തങ്കച്ചേട്ടത്തി ഇപ്പൊ ഇങ്ങനെ പോകുന്ന നിനക്ക് ഈ തങ്കം ചേട്ടത്തി എങ്ങനെ ഉണ്ടായടാ? എങ്ങനെ ഉണ്ടായി? ഞാനും അവളുടെ ബന്ധമാണല്ലോ അല്ലേ, അല്ലാതെ നിനക്ക് വേറെ ബന്ധമൊന്നും അല്ലല്ലോ. ആ അപ്പൊ ഞാൻ പറയണം അങ്ങോട്ട് കേട്ടാ മതി. നിനക്ക് 4 നേരം വെച്ചുണ്ടാക്കി തരുന്ന ആരാ? ഞാനാ. നീ പോകുവോ? നീ പോകുവോ? അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നീ വർഷാപ്പിൽ പോയി പൈസ ഒന്നും ഇവിടെ ചെലവാക്കണില്ലേ? ഉണ്ടല്ലോ, പൈസ കൊടുക്കണ്ടല്ലോ, സാധനം വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. ആ കണക്ക് പറയല്ലേ. നീ വർഷാപ്പിൽ പോയി പൈസ ചെലവാക്കുന്നുണ്ട്, അത് ഈ മനുഷ്യനും കൂടി വേണ്ടിട്ടാ. ഈ മനുഷ്യൻ ഇല്ലെങ്കിൽ ഞാൻ ചെലവാക്കണമെന്നും കണക്കിൽ വരില്ല, എനിക്കറിയാം. അതുകൊണ്ട് എല്ലാം കടലിൽ പഠനോപകരണം വാങ്ങിക്കാൻ എന്തിനു പോണത്? പിള്ളേർക്ക് കൊടുക്കണം. സ്കൂൾ ഒരുപാട് നിർത്തനായ പിള്ളേർ കഷ്ടപ്പെടുന്നുണ്ട്. നീ ഒന്നാമത് DDT പാർട്ടിയിൽ നിനക്ക് മെമ്പർഷിപ്പ് ഉള്ളതാണ്. അപ്പുകുട്ട സാർ സ്ഥിരം പറയുന്നുണ്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. ക്ലീറ്റോ അപ്പുകുട്ട സാറിനോട് പറ, ക്ലീറ്റോനെ മാത്രം കണ്ടാ തങ്കം നീ കളിക്കരുത്. ഇവിടെ നിർത്തനായ 2 പിള്ളേരുണ്ടായിരുന്നു. ഒരെണ്ണം എങ്ങനെയോ പഠിച്ച് എവിടെയോ ഇനി ഒരെണ്ണം വരുന്നുണ്ട്. അതിന് ബാഗ് വാങ്ങിച്ചിട്ടില്ല, ബുക്ക് വാങ്ങിച്ചിട്ടില്ല, പെൻസിൽ വാങ്ങിച്ചിട്ടില്ല, ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല. നാട്ടുകാർക്ക് പഠനോപകരണം മേടിക്കാൻ പോകും. സ്വന്തം പിള്ളേര് തിന്നില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും അന്യ പിള്ളേരെ, കഷ്ടപ്പെടുന്ന പിള്ളേരെ ഉടുപ്പിക്കുക, തീറ്റിക്കുക. അതാണ് വേണ്ടത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പോയി വണ്ടി നോക്കിപ്പോ. നീയേ നിനക്ക് എന്തെങ്കിലും അവനെ കൊണ്ടുവിടെ മേടിക്കാണ്, നിന്റെ ആങ്ങളെ കൊണ്ട് മേടിക്കുക. അവൻ എന്റെ അനിയനാണ്, എനിക്ക് അവൻ ആവശ്യം. അയ്യോ, അവൻ നിങ്ങൾ രണ്ടുപേരെയും പോലെയല്ല, അവന് പണിയുണ്ട്. അതുകൊണ്ട് അവന്റെ കുടുംബം അന്തസ്സായിട്ട് ഒരു പണിയില്ല. അവൻ സ്റ്റേഷനിൽ ഒരു പണിയില്ലാതെ വെറുതെ ഇട്ടിട്ടുണ്ട്. നീ ഭരണ ഇല്ലയോ? അല്ലപ്പം തങ്കച്ചേട്ടത്തി ഇങ്ങനെ പോകണ്ടെന്ന് പറയുമ്പോ ഞാൻ നീ പോകുവോ? തങ്കച്ചേട്ടത്തി പോകണ്ടെന്ന് പറയുമ്പോ ഞാനിപ്പോ നടരാജനും കൂടെ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിന്റെ സഹായം തേടണം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൂല, അറിയാലോ. ഈ കുടുംബത്തിൽ കുടുംബനാഥൻ ഇല്ലാത്തത് കൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഓഹോ, പറഞ്ഞില്ലയോ? വേണ്ടടാ വേണ്ടടാ, നീ നോക്കിക്കോ. ഒരെണ്ണല്ലേ നിന്നെ ഞാൻ മനസ്സിലാക്കിയോ? നിന്നെ ഞാൻ നല്ലപോലെ മനസ്സിലാക്കി. നിന്നെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പണി ഒന്നും കടയിൽ പോണം. എന്നാണ് പോയി ചേട്ടാ എവിടെ പോണു രാവിലെ? ലില്ലിയോടെ നമ്മള് പൊതുപ്രവർത്തനമായിട്ട് ഇറങ്ങിപ്പോയില്ലേ. കുറെ നിർധനരായ പിള്ളേർക്ക് പഠനോപകരണങ്ങൾ കൊടുക്കണമല്ലോ. ഇപ്പൊ പള്ളിക്കൂടമൊക്കെ തുറക്കണം ആ സമയല്ലേ. അപ്പൊ അതിന്റെ കുറെ കാര്യങ്ങളായിട്ട് ഇറങ്ങണം. എന്താ ആരും സഹായിക്കുന്നില്ലേ? അല്ല ഉണ്ട്, നമുക്ക് ആളുണ്ട് ഇല്ലേ ഏമാൻ? ഇറങ്ങാൻ പോണു. ഓ, ഇത് ചെയ്യാൻ ആലോചിക്കണ്ട്. ചില സമയമുണ്ടല്ലോ, ഈ നാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മൾ എന്ത് ആർക്ക് ചെയ്താലും അതിനൊന്നും ഒരു വിലയില്ലെന്നേ. എന്താ ഇത്ര വിലയില്ല, എത്ര ടെൻഷൻ? വെള്ളം പൂശിട്ട് എങ്ങോട്ടാണ്? പാകിസ്ഥാനിലോട്ട് പോകണം. വരണ അങ്ങോട്ട് മാറ്റിയാ? ആ മാറ്റി. എന്ത് നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടോ അങ്ങോട്ട് മാറ്റിയെങ്കിൽ? അല്ല ചോദിച്ചു, നീ ചൂടാവണമെന്നുണ്ടേ. ചൂടാവൂടാ, ചൂടായി തിളയ്ക്കും. തിളച്ച് ചിലപ്പോ പൊട്ടി തെറിക്കും. ഓ ഇത് നല്ല ബുദ്ധിമുട്ടുണ്ടാ? എനിക്ക് ബുദ്ധിമുട്ടില്ല. ബാക്കി എടാ അതേ വേറൊന്നുമല്ല, ഇന്ന് രാവിലെ പാർട്ടിയിലോട്ട് സഹായത്തിന് വേണ്ടിട്ട് റൊണാൾഡിനെ വിടാൻ. അച്ചാച്ചൻ പോയാലെന്താ? പിന്നെ ഇവിടെ വീട്ടു സാധനങ്ങളൊന്നുമില്ല, ഞാൻ അവനെ കടയിൽ വിടാനിരിക്കും. അതാണ് നല്ലത്. വീട്ടുകാരെ നോക്കി അവൻ മര്യാദ കേട്ട്. അല്ലെങ്കിൽ തന്നെ നിനക്ക് അതിനൊക്കെ ചെയ്യാൻ വേണ്ടി അണികളൊന്നും ഇല്ലടാ. ഇല്ലെങ്കിൽ നീ വരുവാടേ. നീ വരുവോ? നിന്നെ വിളിച്ചില്ലല്ലോ ഇവിടെ ആരും. എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. അയ്യോ പിന്നെ അതിനേക്കാൾ നല്ല ട്രെയിനിൽ പോയി തലവെക്കുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പണിയില്ലാതിരിക്കല്ലേ. വലിയ കഷ്ടം തന്നെ എന്തായാലും കേട്ടോ. ചെവി അടച്ചിട്ട് അകത്ത് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി. എപ്പോ നോക്കിയാലും രണ്ടും കൂടെ കീരിയും പാമ്പും പോലെ. അമ്മയുടെ മോനും മോക്കും നാക്കിന് ചൊറിച്ചില് വല്ല മരുന്ന് വാങ്ങിച്ചു നിങ്ങൾ പാർട്ടി പോണ്ടേ? പോ. ഞാൻ സൗകര്യം പോവടി. അപ്പൂട്ട സാർ മിണ്ടല്ലേ. ആ സാർ. അപ്പൂട്ട സാർ അവനെ സാർ എനിക്ക്. ആ സാർ. എനിക്കറിഞ്ഞൂടെ ഇത് എന്തിനാ. അയ്യോ മൂകാംബിക പോയിക്കാണ് സാർ. ആ ബാംഗ്ലൂരോ? ആ ഇല്ല ഞാൻ അറിഞ്ഞില്ല സാർ. ആ ഇല്ല സാർ, അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയാണ്. ആ സാർ, ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഞാൻ ഒന്ന് ഒരു അടിയന്തര മീറ്റിംഗ് വിളിക്കാം. സാർ ശരി സാർ. എന്ത് ചേട്ടാ? ഭർത്താവിനോട് മനുഷ്യന് ഒരു രീതിയിൽ സ്വസ്ഥ തരാത്ത കുറെ കഴുതുകള്. എന്താണ് ഓരോരുത്തന്മാര് ഓരോന്ന് കാണിച്ചു വെക്കണത്. ആര്? നടരാജൻ. അവൻ തൊഴാനെന്നും പറഞ്ഞ് മൂകാംബിയെ പോയി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പതാ ബാംഗ്ലൂർ അവനെ പോലീസ് പിടിച്ചെന്നു. എന്ത് കേസ്? എന്തോ സ്ത്രീ സംബന്ധമായ എന്തോ വിഷയത്തിലും. ഓ എന്റെ കർത്താവേ. സ്ത്രീ വിഷയത്തിൽ ഇടപെടാൻ മാത്രമുള്ള മിടുക്കൊക്കെ നടരാനുണ്ടോ?
ഒരു രീതിയിൽ ഒരു പരുവത്തിന് പാർട്ടി എങ്ങനെ കെട്ടിപ്പടുത്ത് ഞാൻ അയ്യോ, ഇത് ഭയങ്കര നാണക്കേടായില്ല. എല്ലാം തകർക്കും. നീ വിളിച്ച് കാര്യം തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, എനിക്ക് ആരെയും സഹായം വേണ്ട. ഓ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിയടാ. വീട്ടിലും ഇല്ല, നാട്ടിലും ഇല്ല. ഞാൻ പറഞ്ഞ മച്ചമ്പി നീ എങ്ങനെ പറഞ്ഞ പോടാ, നീ പോയി നിന്നിട്ടോ. അവന്റെ കൂടെ അങ്ങ് പോ. ആ, എന്തിന് ഈ റോഡൊക്കെ നടി വെക്കാൻ ഏച്ചി മിണ്ടായിരിക്കും. എടാ അതിനെയും കൂടെ ഒന്ന് കൊണ്ടുപോടാ. പോരെ, വിളിച്ചാ. ഏയ്, പോടാ. എന്തൊരു കഷ്ടമാണോ എന്തോ. പക്ഷേ എന്നാലും നടരാജൻ ചേട്ടൻ ആള് കൊള്ളല്ല. വേറെ എന്തെങ്കിലും എനിക്ക് ക്ലീറ്റോ എന്തെങ്കിലും കേട്ടോ ഉടനെ തന്നെ 10 കൊണ്ട് ഓടും. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഇത്രയും വലിയൊരു സ്ത്രീലമ്പടനാണ് നമ്മളെ DDT പാർട്ടി ചുമന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. ഹേയ്, എന്താ അവനിത്? അളിയ, ഞാൻ കുറേ ദിവസമായിട്ട് അവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവന് കുറേ ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അമിതമായിട്ട് ഫോണിലുള്ള സംസാരം, പിന്നെ പല സ്ഥലങ്ങളിലും വശപശമായിട്ട് അവനെ കണ്ടിട്ടുണ്ട്. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. നീ പറ, നീ കണ്ട എന്താ വെച്ചാൽ? ഞാനും കണ്ടായിരുന്നു, ഒരു പെണ്ണുമായിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നു. ഞാനും കണ്ടു നേതാവേ, ഞാനും കണ്ടതായത്. കണ്ടപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നോ? നമ്മൾ കരുതുന്നില്ലല്ലേ ഇങ്ങനെ. അങ്ങനെയല്ല, നമ്മൾ ഓരോന്ന് കാണുമ്പോൾ കാണുന്ന സ്ഥലത്ത് വെച്ച് അപ്പം പ്രതികരിക്കണം. ഇപ്പൊ ചിതപേരും പരിദോഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും അത്തരത്തിലുള്ള ആൾക്കാരായി മാറിയില്ലേ ഒരാൾ കാരണം. ഞാൻ വിചാരിച്ച പുള്ളിയുടെ ബന്ധുവായിരിക്കും. ഇതേ DDT പാർട്ടിയുടെ ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണിത്. ഒരു പെണ്ണ് വിഷയത്തിൽ പാർട്ടി നാറുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സാറിന് എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനെല്ലാം ഞാൻ മറുപടി പറയണം. പിന്നെ എല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെയുള്ള വിചാരങ്ങൾ ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങളൊരു രാജിക്കത്ത് എഴുതി തന്ന് രാജി വെച്ചിട്ട് നിങ്ങൾ എന്ത് തോന്നിയ ദിവസവും കാണിച്ചോ. പാർട്ടിയിൽ നിന്നുള്ള ഇമാതിരി ഒരു സാധനം കാണിച്ചോ ഞാൻ ഒരുത്തരെയും വെച്ചേക്കില്ല. എന്തോ അളിയ എങ്ങനെ പറയുന്നത്? ഞങ്ങളെന്തോ അങ്ങനെ നടക്കുന്നവരാ? ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വിചാരങ്ങൾ ഉള്ളവരെ കുറിച്ചാണ്. നിനക്കതുണ്ടോ? എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നീ അല്ല, നിനക്കുണ്ടോ? അത് നിനക്കുണ്ടോ? എനിക്കില്ല. അപ്പൊ ഉള്ളവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതൊന്നും ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അത്രയ്ക്ക് നാണക്കേടാണ്. എങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കയറും? അതേട്ടാ, ഒരു നാരങ്ങളുന്ന്. അല്ല, ഇതാര്? പീഡന പാർട്ടി നേതാവോ? പിന്നെ നടരാനിപ്പോൾ ഇടി കൊള്ളുമ്പോൾ എല്ലാവരുടെയും പേര് പറയും. നോക്കിക്കോ, ഇപ്പം നടരായൻ കുടുങ്ങി. ഇനിയിപ്പോൾ നോക്കിക്കോ, പുരുഷവും അൻസാറും എല്ലാം അവനും കുടുങ്ങും. നോക്കിക്കോ, മിക്കവാറും നീയും കുടുങ്ങും. നിന്നെ ഞാൻ നോട്ടത്തിൽ അവരെ വെച്ചേക്കുവാന്ന് തോന്നുന്നു. നീ നിന്റെ പണി നോക്കടാ പൂരടാ. എന്താ പീഡനം? നിന്റെ അപ്പക്കൂട്ടനും കുടുങ്ങും. നോക്കിക്കോ, നിന്റെ കുടുംബത്തിൽ ആരെയും വന്ന് പേടിപ്പിച്ചില്ലല്ലോ. ഇല്ലല്ലോ. നീ കൂടുതൽ സംസാരിക്കരുത്. നടരാജൻ മണ്ട ആളത്ര ശരിയല്ല. നടരാൻ മാത്രമല്ല, DDT പാർട്ടിയിൽ ആരും ശരിയില്ല. DDT പാർട്ടിയിൽ ആരും ശരിയല്ലടാ. നിനക്ക് വല്ലതും ചെയ്യണ്ട. ചെയ്യണ്ട തന്നെ ചെയ്യണം. നിന്റെയൊക്കെ ഈ പിള്ളേരെ വിളിച്ചോണ്ട് എന്റെ അടുത്ത് വെള്ളത്തിലെടുക്കരുത്. കാണുമല്ലോ ഇപ്പൊ. നിനക്ക് കാണാമല്ലോ. ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യരുത്. നീ പോവാൻ നോക്കും നിന്റെ പിള്ളേരെ വിളിച്ചോണ്ട്. ഞങ്ങൾ പൊയ്ക്കോളാം, പക്ഷെ നിന്നെ പേടിച്ചൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. മനസ്സിലായല്ലോ? ആ സാറേ, ലീവ് വേണം സാറേ, ലീവ് വേണം സാറേ. എനിക്കൊരു 10-20 ദിവസത്തെ ലീവ് വേണം. നിവർത്തിയില്ലാതെ നിൽക്കുകയാണ്. സാറിന് ലീവാ? എന്താണ് സാറേ, മേൽഘടകം എങ്ങനെ ലീവ് എടുത്താൽ പറ്റും? ഞങ്ങൾ കീഴ്ഘടകം എങ്ങനെ നിൽക്കും സാർ? അങ്ങനെ പറയില്ല. സാർ ലീവ് എടുക്കരുത് സാറേ. ആൾക്കാരുടെ അടുത്ത് മറുപടി പറഞ്ഞ് മടുത്ത് സാറേ. ആ സാർ, ആയിക്കോട്ടെ സാർ. ആ ശരി ശരി. ക്ലീറ്റസ്, സത്യത്തിൽ നടരാജൻ എന്താ സംഭവിച്ചത്? നടരാജന്റെ മോന് 2 പെറ്റ്. അതിൽ ഒരു കൊച്ചിന്റെ തന്ത അവൻ തന്നെയാണ്. ഒരു കൊച്ചിന്റെ തന്ത ആരാണെന്ന് അറിഞ്ഞോളൂ. തനിക്ക് ഏറ്റെടുക്കാൻ സൗകര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണോ? നാരങ്ങളൊന്നും പൈസ ഞാൻ തരും. ഇതിപ്പോ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലേ അതും വല്ല നാട്ടിലാ. കേരളത്തിലൊക്കെ ആണെങ്കി ഇപ്പൊ ക്ലീറ്റോ ഒക്കെ വിചാരിച്ച ഇറക്കിക്കൊണ്ട് പോരാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒക്കെ ഇറക്കായിരുന്നു. ഇത് പക്ഷേ നടരാജൻ ചേട്ടനെ പറ്റിട്ട് നമ്മൾ സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നത് കടുപ്പായി കാര്യം. പക്ഷെ എനിക്ക് തോന്നണില്ല അങ്ങനെ.
നമ്മളൊന്നും ഇല്ല അങ്ങനത്തെ രീതിയിലൊന്നും നോക്കത്ത പോലും. എന്തൊരു സ്നേഹമാണ് നമ്മളോട്. ഒരു പിള്ളേരെ കാണുന്ന പോലെയൊക്കെ നടരാജനെ കാണുമ്പോ തോന്നുള്ളൂ. എന്റെ മനസ്സിലാവുന്നല്ല അമ്മേ. ഇപ്പൊ ഈ മുത്തുലക്ഷ്മി അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മുത്തലക്ഷ്മി എന്നല്ല, ഒരു പെണ്ണുങ്ങൾ സഹിക്കത്തില്ല ഇങ്ങനെയുള്ള. അതെ, നമ്മളെങ്ങാനും വരുന്നെങ്കില് കൊന്നേനെ. എല്ലാം കൊറേ അങ്ങ് പെയ്ത് പറക്കി കഴിയുമ്പോ എല്ലാവരും ഒന്ന് ഒതുങ്ങും. പക്ഷെ മുത്തുലക്ഷ്മി അങ്ങനെയുമല്ല. മുത്തുലക്ഷ്മിക്ക് എന്ന് പറഞ്ഞാൽ നടരാജന പ്രാണനാ. ആ പെണ്ണിന് വല്ല അറ്റാക്കും വരും. അതല്ലേ നടരാജൻ എന്ത് ചെയ്യുന്നുള്ളത് നീ നടരാജന്റെ വീട്ടിൽ പോയി അന്വേഷിക്കണം. നടരാജന്റെ നമ്പർ കാണുമല്ലേ, നീ എന്നെ വിളിക്കണ്ട, വെച്ചിട്ട് പോടാ. മനുഷ്യന് സ്വസ്ഥത തരൂല, സ്വസ്ഥത. എന്താ എന്താ ഒരു RDPക്കൊന്നും പറ്റിയില്ല. ആ പൂരാള ശശി അലവലാതി അവ എന്നെ കണ്ടപ്പോ ചെയ്യും പീഡന പാർട്ടിന്ന്. അയ്യേ, അതെല്ലാം കഴിഞ്ഞ് നായര കടയിൽ ചെന്നപ്പോ അവിടെ അടുത്തത്. ഇനി ഒരാൾ അങ്ങനെ കാണിച്ചാലും നിങ്ങളെ മൊത്തം പറയണേ. ക്ലീറ്റോ ഇതിങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യം. ഇപ്പൊ RDPക്കാണ് ഇങ്ങനെ അവസ്ഥ അല്ലെങ്കിൽ ക്ലീറ്റോയൊക്കെ പറയുന്നത്. ഞാൻ ചുമ്മാ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിന് ക്ലീറ്റോ ഇങ്ങനെ നാട്ടുകാരന്മാരുടെ ഭാഗം വേറെ എല്ലാരും ആഘോഷമാക്കാണ് ഒരു തരം അവസ്ഥ വന്നപ്പോ. അല്ല ഇനി എന്തിനാ അവരെയൊക്കെ പറയണത്? ഈ തെമ്മാടിത്തരം കാണിച്ച് ഇവനെ പറഞ്ഞാൽ മതിയല്ല നടരാജനെ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മിണ്ടാപ്രാണിയെ പോലെ നടക്കുന്ന ഇവൻ ഈ പെണ്ണ് കേസിലൊക്കെ ചെന്ന് പെടുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാ ചിന്തിച്ചാ? നിങ്ങളൊന്ന് നിർത്തുവോ? നിങ്ങൾ നിർത്തുവോ? ഇനി എനിക്ക് വീട്ടിലെങ്കിലും സ്വസ്ഥത തരും. അല്ല അത് ഇത് പറഞ്ഞിട്ട് പോ. പറയാത്തത് ഒന്നുമില്ല. എനിക്ക് ആദ്യം മനസ്സമാധാനം എന്താ? നടരാജൻ ചേട്ടനെ എങ്ങനെ ഇറക്കും ഇനി? എങ്ങനെ ഇറങ്ങട്ടോ? ഇറങ്ങിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. ക്ലീറ്റസിന് ഒരു മനസമാധാനവും ഇല്ലാതായി പോയല്ലോ മക്കളെ. ക്ലീറ്റോന്റെ മനസ്സമാധാനം ഇല്ലാതാവാൻ അധികം പരിപാടിയൊന്നും വേണ്ട. ഏതി കൂടി പോയാലും ക്ലീറ്റോന്റെ മനസ്സമാധാനം ഉണ്ടാവും. എന്തായാലും ഇറങ്ങിയോ? പിന്നെ വൈകിട്ട് ഇച്ചിരി നേരത്തെ വരുവോ? ഇന്നത്തെ കാര്യം സംശയമാണ്. എന്തൊരു സപ്ലൈക്ക് പോണായിരുന്നു കേട്ടോ. സപ്ലൈക്ക് പോണായിരുന്നു. എന്റെ കാര്യം പാടാ, നീ അവളെ വെച്ചിട്ട് പോ. അതെ അൻസാർ. ആ എന്താ സാറേ? സാറൊന്ന് നേരത്തെ ഇറങ്ങി. കുറച്ച് നേരത്തെ പോണം. ക്ലീറ്റോ ഇല്ലേ? അവനും മറ്റേ നടരാനെ പോലെ വല്ല പ്രശ്നം ചാടിയാ? ഒന്നുമില്ല, ഇത് വേറെ നമ്മുടെ പാർട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ നേരം. ക്ലീറ്റോ അളിയാ, അളിയോ ക്ലീറ്റോ ഇല്ലേ? ഉണ്ട്. ആ ഒന്ന് വിളി. എന്തുപറ്റി? ഒന്നുമില്ല, നീ വിളി. അളിയാ അൻസാറൊക്കെ വന്ന് വിളിക്കുന്നു. സ്കൂട്ടർ അവിടെ നടന്നിങ്ങ് പോകുന്നു. പെട്രോളിനൊക്കെ എന്തോടെ വില സംഭവം അറിഞ്ഞ അറിയും പറയാതെ എങ്ങനെ അറിയണത്? ഞാൻ മറ്റേ ഗ്രഹിച്ചെടുക്കാൻ ഞാൻ ജോത്സ്യനൊന്നുമില്ല. രാവിലെ ചൂടാവുന്ന എന്തിനും ഒരു നല്ല കാര്യം പറയാനല്ലേ വന്നത്. അളിയാ നടരാജ ഇറങ്ങി. ഓഹോ, നടരാജൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട്. എവിടെ ഇറങ്ങി? റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. രക്ഷപ്പെട്ടു ദൈവമേ. എന്നിട്ട് എങ്ങോട്ട് പോയാ? അളി ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞ ഇവിടെ എന്തിനു പറഞ്ഞത്? ഇവിടെ അടുപ്പിക്കാൻ സാറേ. ഞാൻ ഒരു കാര്യം പറയാം, പാർട്ടി ഓഫീസിലോ ആ നായര കടയിലോ ഏരിയയിൽ അടുപ്പിക്കില്ല. DDT പാർട്ടി ഇനി അവനോട്ട് ഒരു ബന്ധമില്ല. പണ്ടത്തരം പറയല്ലേ മച്ചമ്പി. പെണ്ണ് കേസിനകത്ത് കപ്പെട്ട ഒരാള് പാർട്ടിയിലുണ്ടെന്ന് പറയുമ്പോ പാർട്ടിക്ക് അതിന് ഗുണപ്പെടും. ഒന്നാമത് ഇന്റർസ്റ്റേറ്റ് പീഡനമാ. ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേര് വേണ്ട, അല്ലാതെ ഞങ്ങൾ ഒരു പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ഷമിച്ചു കളാം. പിന്നെ ക്ഷമിക്കാൻ പറ്റിയ കാര്യമില്ലേ? ഇന്നേ വരെ DDT പാർട്ടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പെണ്ണ് കേസ് നാണക്കേടല്ലേ? ഇതിപ്പോ RDPക്കാരന്മാർ ചിരിക്കുകയാണ് നമ്മളെ നോക്കി. നാണക്കേട്. സാറേ ഇവിടെ ഒന്നും വേണ്ട. സാർ അറിഞ്ഞോ ഇനി ഇങ്ങോട്ട് വരുന്നത്? സാറിന്റെ വണ്ടി നിങ്ങൾ എന്തിനു കിടന്ന പ്രാണപ്പെടുന്നത്? നടരാജൻ സ്റ്റൈല്. എന്റെ ദൈവമേ, നീ ഇങ്ങോട്ട് വന്നേ. ഈ നടരാജൻ ഇത്ര സൗന്ദര്യം ഉണ്ടായോ? നടരാജാ, തെമ്മാടിത്തരം കാണിച്ചിട്ട് നീ എന്തിനാ ഇവിടെ വന്നതെന്നാണ് ഞാൻ ചോദിക്കണത്. ഇവിടെ വേണ്ട, നിന്നെ DDT പാർട്ടിക്കാ വേണ്ട. നീ തെറ്റിയാത്തോടാണ് നിന്നെ ബാംഗ്ലൂർ പോലീസ് പിടിച്ച് അകത്തിട്ടത്. ഒന്നും പറയാനുള്ള എന്തോ പറഞ്ഞു തോന്നാ. ഞാൻ നമ്മുടെ DDT പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പോയത്. DDT പാർട്ടിക്ക് വേണ്ടി? ഞാൻ മൂകാംബി പോയി തൊഴുതിട്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് പോയി. ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ മൂത്രം മുട്ടിയപ്പോ ഞാൻ മൂത്രം ഒഴിക്കാനായിട്ട് മൂത്രപ്പേരെ കയറിയതാണ്. അപ്പോഴാണ് എന്നെ പോലീസ് പൊക്കിയത്. ബാംഗ്ലൂർ മൂത്രം ഒഴിക്കുന്ന അത്ര വലിയ കുറ്റോടെ? ഞാൻ ചെന്ന് കയറിയത് പെണ്ണുങ്ങളെ മൂത്രപ്പേരായിരുന്നു. നിനക്ക് ബോർഡ് എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് കയറി ബുക്ക് എനിക്ക് കന്നഡ അറിഞ്ഞൂടാ.
അല്ല അതുകൊണ്ട് ഈ മൂകാംബികയെ പോയി തൊഴുതിട്ട് നീ എന്തായിരുന്നു ബാംഗ്ലൂർ പോയത്? ഒരു സർപ്രൈസിന് വേണ്ടി. എന്ത് സർപ്രൈസ്? ടാറ്റു കുത്താൻ. ടാറ്റു ആ എന്ത് ടാറ്റു? ഡിഡിന്റെ ടാറ്റു നെയ്ത്തത്ത് കുത്തി നേതാവിനെ കൊണ്ട് കാണിക്കാൻ. സർപ്രൈസ്. എന്റെ ഒരു കുറവുണ്ട്. പിന്നെ അതിന് ഈ കേരളത്തിൽ ഇല്ലാത്ത ടാറ്റു ആണ് ഈ ബാംഗ്ലൂര്. ഇവിടെ കോളത്ത് 3000 രൂപയാണ്, അവിടെ ആകുമ്പോ 1000 രൂപ ഓഫർ ഉണ്ട്. 2000 രൂപ. 2000 രൂപയ്ക്ക്. ഈ 2000 ഓഫറിന് വേണ്ടിട്ടാണ് നീ ബാംഗ്ലൂർ പോയത് ടാറ്റു കുത്താൻ? ഓ എന്നിട്ട് ടാറ്റു കുത്തിയോ നീ അതൊന്ന് കാണിക്ക്. അവിടെ ചെന്ന് ഓഫർ തീർന്നു. കുത്തിയില്ലേ? കുത്തിയില്ലേ അപ്പൊ? കുത്തിയില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞ നെഞ്ചത്ത് ടാറ്റു കുത്താൻ പോയവന് കന്നഡ പോലീസ് മുതുകത്ത് ടാറ്റു കുത്തി വിട്ട്. ലാത്തി ടാറ്റു.